പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ ആവറേജിൽ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യം പറയാം. ഇത് കണ്ടോ, കുറച്ച് ഈവൻ നമ്പേഴ്സ് അല്ലേ ഇവിടെ കൊടുത്തത്. ഈവൻ നമ്പേഴ്സിൻ്റെ ആവറേജ് കണ്ടെത്താനുള്ള ഒരു എളുപ്പമാർഗ്ഗം പറഞ്ഞുതരാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ കണ്ടോ, ഈവൻ നമ്പേഴ്സ് 6, 8, 10, 12, 14, 16. അപ്പം നമ്മൾ സാധാരണ ആവറേജ് കണ്ടുപിടിക്കുന്ന ആഡ് ചെയ്യും. എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടി? 66 കിട്ടി. അപ്പം നമ്പർ ഓഫ് ടൈംസ് കൊണ്ട് ഡിവൈഡ് ചെയ്യും. 66/6 ദാറ്റ് ഈസ് ഈക്വൽ ടു 11. അടുത്തത് 10, 12, 14, 16, 18, 20 എന്നുള്ളതാണ്. അപ്പോൾ അവിടെ നമ്മൾ സമ്മ് കണ്ടുപിടിക്കുന്നു, എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. മൂന്നാമത് 20ക്ക് ശേഷം വരുന്ന ഈവൻ നമ്പർ 22, 24 എക്സെട്ര. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യും നോക്കാം. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് റൈറ്റ് ദ റിലേഷൻ ബിറ്റ്വീൻ ദ ആവറേജ് ഓഫ് 6 കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സ് ആൻഡ് ദ 2 മിഡിൽ നമ്പർ. തുടർച്ചയായിട്ട് വരുന്ന കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സിൻ്റെ സമ്മിൻ്റെ പ്രത്യേകതയും അവിടെ നിന്ന് നമ്മൾ കണ്ടെത്തുന്ന ഈവൻ ആവറേജിൻ്റെ പ്രത്യേകതയും എന്താണ്? അങ്ങനെയാണെങ്കിൽ മിഡിൽ നമ്പേഴ്സിൻ്റെ പ്രത്യേകത എന്താണെന്നാണ് ചോദ്യം. നമുക്ക് ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ഒന്ന് ചെയ്തു നോക്കാം അല്ലേ. ഇവിടെ നമുക്ക് ഈ നമ്പേഴ്സിൻ്റെ സം 2, 4, 6, 8, 10, 12 ഇത്രയും സംഖ്യകളുടെ സം ഒന്ന് കൂട്ടി നോക്കാം. നമ്മൾക്കത് കൂട്ടി നോക്കുമ്പോൾ കിട്ടുന്നത് 42 ഡിവൈഡഡ് ബൈ എണ്ണം എത്രയാണ്? 6. 42 ഡിവൈഡഡ് ബൈ 6 എന്ന് പറഞ്ഞാൽ നമുക്ക് എത്രയാണ് ആൻസർ കിട്ടുന്നത്? 7 കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ 10, 12, 14, 16, 18, 20 ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് 90 ആണ്. 90 ഡിവൈഡഡ് ബൈ 6 നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് 15 ആണ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് മിഡിൽ 2 നമ്പേഴ്സിൻ്റെ പ്രത്യേകത എന്താണെന്നും അതിൽ നിന്നും നമുക്ക് ആവറേജ് കിട്ടുന്ന നമ്പറിൻ്റെ പ്രത്യേകത എന്താണെന്നും ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോക്കുക, ഇവിടുത്തെ മിഡിൽ 2 നമ്പേഴ്സ് ആയ 6 and 8 അല്ലേ. 6ൻ്റെയും 8ൻ്റെയും നടുവിലുള്ള ആളാണല്ലോ നമ്മുടെ ആവറേജ് എന്ന് പറയുന്നത്. അതുപോലെ ഇവിടെ 14ൻ്റെയും 16ൻ്റെയും ഇടയിലുള്ള ആളാരാണ്? 15. അതാണ് ഇവിടുത്തെ ആവറേജ്. അങ്ങനെയാണ് ഇപ്പം നമുക്കിത് ആഡ് ചെയ്യാതെ കണ്ടെത്താമല്ലോ. ആഡ് ചെയ്യാതെ മിഡിൽ 2 നമ്പേഴ്സിൻ്റെ മിഡിലുള്ള ആളായിരിക്കും ആവറേജ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 19. ഇനി ഒരു കാര്യം നോക്കിക്കോ, ഇത് ഫുൾ ആഡ് ചെയ്യാൻ നമ്മൾ ഒരുപാട് സമയം എടുക്കുമല്ലോ. അപ്പം നോക്കുക, ഇവിടെ നമുക്ക് എപ്പോഴും ടോട്ടൽ എന്ന് പറയുന്നത് ആവറേജ് ഇൻറ്റു നമ്പർ അല്ലേ. ടോട്ടൽ ടീച്ചർ പറഞ്ഞായിരുന്നു, ടോട്ടൽ ഈസ് ഈക്വൽ ടു ആവറേജ് ഇൻറ്റു നമ്പേഴ്സ് അല്ലേ. അപ്പോൾ നമുക്കിവിടെ ടോട്ടൽ കണ്ടെത്തണം. ടോട്ടൽ എന്ന് പറയുന്നത് 42 വരുന്നത്, ഇതെല്ലാം കൂടി ആഡ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടുന്നത് 42 ആണ്. അപ്പോൾ ഈ 42 കിട്ടാനുള്ള മാർഗം എന്താണ്? ആവറേജിനെ നമ്പർ ഓഫ് ടൈംസ് കൊണ്ട് ഗുണിച്ചാൽ മതിയാവും. 7 × 6 കറക്റ്റ് അല്ലേ. ഇവിടെയാണ് ടോട്ടൽ എത്രയാ? ഇവിടെ നമുക്ക് വന്നിരിക്കുന്നത് 90 ആണ്. 90 കിട്ടുന്നത് എങ്ങനെയാ? ആവറേജ് ഇൻറ്റു നമ്പർ ഓഫ് ടൈംസ്, അതായത് 15 × 6. അങ്ങനെയാണെങ്കിൽ ഇവിടെ ടോട്ടൽ കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? ആവറേജായ ടോട്ടൽ കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് ഈക്വൽ ടു 19 × 6. 19 × 6 ഒന്ന് ചെയ്ത് നോക്കാം. 54, 4, റിമൈൻഡർ 1, 1 6 are 6 + 1, 6 + 5, 114. ടോട്ടൽ എത്രയാണ്? 114 ആണ് അത്രയും നമ്പറിൻ്റെ സം. അപ്പം സം കണ്ടുപിടിക്കാനും ഇപ്പം ഇങ്ങനെ ഓർത്താൽ മതി, സമ്മാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ആവറേജും നമ്പറോട് മൾട്ടിപ്ലൈ ചെയ്യുക. ആവറേജ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടതെങ്കിലോ ഈ സം ടോട്ടൽ ഡിവൈഡഡ് ബൈ നമ്പർ ചെയ്താൽ മതി. ആവറേജ് ഈസ് ഈക്വൽ ടു, അതാണ് നമ്മുടെ ഇക്വേഷനും. ആവറേജ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ഡിവൈഡഡ് ബൈ നമ്പർ, തുക ബൈ എണ്ണം കേട്ടോ. തുക ഭാഗം എണ്ണം എന്ന് ചെയ്താൽ മതിയാവും. ഈ രണ്ടാം